ഏറ്റുമാനൂരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിനായി മന്ത്രി വി.എൻ. വാസവൻ നയിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര പേരൂരിൽ കൃഷിമന്ത്രി പി. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ വികസനം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, ക്ഷേമകാര്യങ്ങളൊക്കെ നടക്കണം. അതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ കാര്യങ്ങളിലെല്ലാം 2016 മുതൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റുകൾ മുൻപ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു, ഈ നാട്ടിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. 2011 മുതൽ 16 വരെ അധികാരത്തിലിരുന്ന ഗവൺമെന്റിന്റെ കാലത്ത് പറയാൻ പറ്റുന്ന ഏത് വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായതെന്ന് ആലോചിച്ച് നോക്കുക. പേരൂർ SNDP ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തിൽ മന്ത്രി വി.എൻ. വാസവൻ, ടി.ആർ. രഘുനാഥൻ, ലോപ്പസ് മാത്യു, കെ.എൻ. വേണുഗോപാൽ, ജിം അലക്സ്, കെ.ഐ. കുഞ്ഞച്ചൻ, രാജീവ് നെല്ലിക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 4.5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനസമക്ഷം അവതരിപ്പിച്ച ശേഷമാണ് വികസന സന്ദേശയാത്ര നടത്തുന്നത്. വികസന ശില്പശാലകളിൽ ജനങ്ങൾ മുന്നോട്ട് വെച്ച സ്വപ്ന പദ്ധതികൾ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് വികസന സന്ദേശയാത്രയിലേക്ക് കടന്നിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 9:30 മാന്നാനത്ത് നിന്ന് ആരംഭിക്കും. 10:30 അതിരമ്പുഴ, 3 ഏറ്റുമാനൂർ, 4 പ്രാവട്ടം എന്നിവിടങ്ങളിലാണ് സ്വീകരണം. 3-ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ 9:30 ആർപ്പൂക്കര, 10 അയ്മനം, 10:30 പരിപ്പ്, 3 ചെങ്ങളം, 3:30 തിരുവാർപ്പ്, 4:30 കുമരകം സൗത്തും കടന്ന് 5 കുമരകം നോർത്തിലാണ് വികസന സന്ദേശയാത്രയുടെ സമാപനം. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.